ഹലോ എവരിവൺ, ഞങ്ങൾ ചെയ്യുന്ന സ്റ്റുഡന്റിന്റെ 24 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 90% ഇൻസ്റ്റലേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും കൂടെ കുറച്ചുകൂടെ കാര്യങ്ങളോട് കംപ്ലീറ്റ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആവും. എന്തായാലും ഈ ഒരു ഫേസിൽ എന്താണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ XTM 4000 VA സ്റ്റുഡന്റിന്റെ 6 ഇൻവെർട്ടറുകളും VT80 എന്ന് പറഞ്ഞാൽ 6 ചാർജുകളോടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പൈഡർ എന്ന് പറഞ്ഞൊരു ബാറ്ററി 50 കിലോവാട്ട് എന്ന 2 ബാറ്ററീസ് ആണ് ഈ ഒരു പ്രോജക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പോളിക്രിസ്റ്റൈൻ പാനൽസും മോണോപോർ പാനൽസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പോളിക്രിസ്റ്റൈൻ പാനൽസ് നമുക്ക് 53 എണ്ണമാണ് ഉള്ളത്. അത് 3 ചാർജ് കൺട്രോളിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 550 വാട്ട്സിന്റെ 20 പാനൽ, അത് 2 ചാർജർ കൺട്രോളാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കുറേ അധികം വയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 4 M² വയർ യൂസ് ചെയ്യുന്നുണ്ട്, 16 M² വയർ യൂസ് ചെയ്യുന്നുണ്ട്, 25 M² വയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ 95 M² വയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ എല്ലാം കൂടെ നോക്കുമ്പോൾ ഏതാണ്ട് 1.2 കിലോമീറ്റർ വയറുകളാണ് ഈ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ XTM 4000 ഇൻവെർട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അടുത്ത മാസം തൊട്ട് നമുക്ക് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 6000 8000 വരും. ഇപ്പൊ 8000 ആണെങ്കിൽ വെറും 3 ഇൻവെർട്ടറുകളുണ്ട്, നമുക്ക് 24 കിലോവാട്ട് ആണ്. അപ്പൊ അത് ഇനി ബിഗ് കപ്പാസിറ്റി ഉള്ള പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ ഇൻവെർട്ടറുകൾക്ക് 10 years വാറണ്ടി വരുന്നുണ്ട്. ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്ന ഇൻവെർട്ടറാണ്. സ്വിസ് മെയ്ഡ് ബ്രാൻഡാണ്, നമുക്ക് ഇന്ത്യയിൽ അസംബിൾ ചെയ്തിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ 6000 8000 നേരത്തെ ഡയറക്റ്റ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരണമായിരുന്നു. ഈ അടുത്ത മാസം തൊട്ട് നമുക്ക് ഇവിടെ അസംബിൾ ചെയ്തിട്ട് വരണം. അപ്പോൾ അതിലൊന്ന് VT80 എന്ന് പറഞ്ഞ ചാർജ് കൺട്രോളറാണ് വരുന്നത്. നമുക്ക് സ്റ്റുഡന്റിന്റെ ലൈനപ്പിൽ കുറേ അധികം ഇഷ്യൂസ് ഉണ്ട്. അതിനകത്ത് എക്സ്റ്റൻഡ് സീരീസിലുള്ള ഇൻവെർട്ടറാണ് ഈ കാണുന്നത്. പിന്നെ നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞൊരു ഇൻവെർട്ടർ വരുന്നുണ്ട്. അത് 3 ഫേസ് ഇൻവെർട്ടറാണ്, 15 കിലോവാട്ട് ആണ് കപ്പാസിറ്റി. അതിനകത്ത് ഓൾ ഇൻ ഇതാണെങ്കിൽ നമുക്ക് മോഡൽ ടൈപ്പാണ്, എല്ലാം സെപ്പറേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. എന്നാൽ ഓൾ ഇൻ വൺ രീതിയിലാണ് നമുക്ക് നെക്സ്റ്റ് 3 ഇൻവെർട്ടറുകൾ വരുന്നത്. അത് കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ആണ്. അത് ഇതുവരെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ ഫേസ് ഇൻവെർട്ടറുകൾ നമുക്ക് ഈ വർഷം ലോഞ്ച് ചെയ്യണം. ഇതിനകത്ത് ഈ ചാർജ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മൾ കുറേ അധികം ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ACDBകളും യൂസ് ചെയ്യുന്നുണ്ട്, ഫ്യൂസ് ബോക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ബസ് ബാർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ചാർജ് കൺട്രോളിന് വേണ്ടിയുള്ള ഫ്യൂസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാർജ് കൺട്രോളിൽ നിന്ന് വരുന്ന സോളാർ പാനലിൽ നിന്ന് വരുന്ന വയറുകൾ നമ്മൾ അറേ ജംഗ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലോട്ട് കണക്ട് ചെയ്തിട്ട് അത് 5 in 1 out ആണ്. ആ 1 out 16 M² കേബിൾ വന്നിട്ട് ഈ ഇൻവെർട്ടറിൽ വന്ന് ഇത് ചാർജ് കൺട്രോൾ കയറും. എന്നിട്ട് ഇതിന്റെ ഔട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്താണ് ഫ്യൂസ് ബോക്സിൽ ചാർജ് കൺട്രോളിന്റെ ഫ്യൂസ് ബോക്സിൽ ന്യൂട്രൽ ലിങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട് വരുന്ന 25 M² കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ചാർജ് കൺട്രോളിന്റെ സൈഡിലുള്ള കാര്യങ്ങൾ. അതുപോലെ നമുക്ക് വരുന്ന ഇൻവെർട്ടറിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് RYB, അതായത് 2 ഇൻവെർട്ടറുകൾ Rലും 2 ഇൻവെർട്ടർ Yലും 2 Bയിലുമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വയറിങ്ങിലാണ് നമ്മൾ 3 ഫേസ് ആക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ നമ്മൾ എന്താണ് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാനുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ ആക്ച്വലി AC-യുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഒരു വയറിങ്ങിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോ കണ്ടില്ലേ, ഈ ഒരു ഇൻവെർട്ടറും ഈ ഒരു ACDB തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഇല്ല. ഈ ഒരു ACDBയും ആ ഒരു ഇൻവെർട്ടർ തമ്മിൽ കുറച്ചുകൂടെ ദൂരമുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇത് അതായത് വയറിങ് നമ്മൾ ഇതായിരിക്കണം. അതായത് ഇവിടെ ഇത് അടുത്താണെങ്കിൽ എത്രയാണോ വയർ ആ ഇൻവെർട്ടറിന് വരേണ്ടത് അത് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. അതാണ് എൻ്റെ ഒരു കാര്യം. നമുക്കങ്ങനെ അപ്പൊ എല്ലാ വയറും ഇപ്പൊ ഇൻപുട്ട് ആണെങ്കിൽ ഇപ്പം ഇവിടുന്ന് അവിടെ വരെ ഓൾമോസ്റ്റ് ഒരു 4 മീറ്റർ ഉണ്ട്. ഈ ഇൻവെർട്ടറിന് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും 4 മീറ്റർ തന്നെ നമുക്ക് വേണം. കേബിൾസ് എല്ലാം അത്രയും ലെങ്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇങ്ങനെ അത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതായത് ഇമ്പിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എന്താണ് സർജോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് ഈക്വൽ ആയിട്ട് ഇൻവെർട്ടറുകളോട് ഷെയർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈക്വൽ ലെങ്തിലുള്ള വയറുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ബാറ്ററി കേബിൾ ആണെങ്കിലും ഈ ബാറ്ററിനുള്ള കേബിൾസ് ആണെങ്കിലും ഫ്യൂസ് ബോക്സിലായിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ എന്താണ് ബസ് ബാറിനോട്ടാണെങ്കിലും ഈക്വൽ എന്താണ് എല്ലാ ഇൻവെർട്ടറുകളും നമ്മൾ എടുത്ത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. ഒത്തിരി പാരാമീറ്റേഴ്സ് നോക്കാനുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എന്താണ് ബാറ്ററിയും ഇൻവെർട്ടറും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇത് മെഷീൻ ഓൺ ആക്കി അത് കമ്മീഷൻ ആക്കുന്നതാണ്. അപ്പോൾ അത് കമ്മീഷൻ ആക്കി എന്തൊക്കെ ലോഡുകളാണ് ഇതിനകത്ത് മെഷീൻ ഓൺ ആക്കി അത് കമ്മീഷൻ ആക്കുന്നതാണ്. അപ്പോൾ അത് കമ്മീഷൻ ആക്കി എന്തൊക്കെ ലോഡുകളാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് വരെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ അവർ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.